നമസ്കാരം, എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് ചിക്കൻ വെച്ചിട്ട് നല്ല അടിപൊളി റോസ്റ്റ് ഉണ്ടാക്കാം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്, എന്നാൽ അധികം പണിയുമില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് എല്ലാം തയ്യാറാക്കേണ്ട സമയം മാത്രമേ വേണ്ടൂ. പിന്നെ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് കഴുകി നമ്മൾ ഇതിന്റെ വെള്ളമൊക്കെ മുഴുവൻ വാർത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ 1 കപ്പോളം ചെറിയുള്ളി ചെറുതായി അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഇഞ്ചി 1 പീസ് അരിഞ്ഞിട്ടിട്ടുണ്ട്, പച്ചമുളക്, പിന്നെ കറിവേപ്പില ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇത്രയും വലിപ്പത്തിലുള്ളൊരു തക്കാളി എടുക്കുന്നുണ്ട്. ചെറിയ തക്കാളി മതി കേട്ടോ, അധികം പുളിയൊന്നും വേണ്ട. ഒരു അരമുറി തേങ്ങയുടെ പാലെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പൊടികളാണ് വേണ്ടത്, അപ്പം അത് ഞാൻ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ഇപ്പം നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വെളിച്ചെണ്ണ നല്ല ചൂടായിട്ടുണ്ട്. അപ്പം ഞാൻ ഈ ഉള്ളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ഉള്ളിയിൽ ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവോളയിൽ നമുക്ക് ഉണ്ടാക്കാം. നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇത് ചിക്കനിലേക്ക് കൂടിയുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പം ഇനി ഞാനിതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയും പൊടികൾ ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഞാൻ പിന്നെ വേറെ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മുടെ ആ ഉള്ളി വഴറ്റി അതേ ഓയിലിൽ തന്നെയാണ് ഇതിട്ട് ചൂടാക്കുന്നത്. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ മാറ്റി വെച്ച തക്കാളി ഇല്ലേ, അത് ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. ഈ തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടണം. ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കുന്നത്. 2 മിനിറ്റ് ഇതൊന്ന് മൂടിയിട്ട് കൊടുക്കുക. അപ്പം തക്കാളി ഒന്ന് സോഫ്റ്റായി കിട്ടും. 2 മിനിറ്റ് ഞാൻ മൂടിയിട്ടിരുന്നു. ഇത് നമുക്കൊന്ന് തുറന്നു നോക്കാം. തക്കാളിയൊക്കെ ചെറുതായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ചൂടാറിയിട്ട് ഇതൊന്ന് പേസ്റ്റ് ആക്കിയിട്ടൊന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ ഉള്ളിക്കൂട്ട് ചൂടാറിയപ്പോഴും ഞാൻ മിക്സിയിൽ അതിനെ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ പേസ്റ്റ് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. എന്നിട്ടൊരു മിനിമം ഒരു 15 മിനിറ്റ് എങ്കിലും ഇരിക്കണം കേട്ടോ. അത് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഈ പേസ്റ്റ് ഉണ്ടാക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. കൈ കൊണ്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ചിക്കനിൽ പിടിപ്പിച്ചിട്ടുണ്ട്. 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ഇതിലിരിക്കട്ടെ. ഇതിനെ ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കും. നേരത്തെ ഉള്ളി വഴറ്റാൻ ഉപയോഗിച്ച അതേ പാൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. കഴുകിയിട്ടൊന്നുമില്ല. അതേ വഴറ്റിയ വെളിച്ചെണ്ണയുടെ ചെറിയ അംശയിലുണ്ടായിരിക്കും. ഞാനിത് പേസ്റ്റാക്കി എടുത്തപ്പോൾ വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തില്ല കേട്ടോ. വെള്ളം ഇല്ലാതെയാണ് ഞാനത് പേസ്റ്റാക്കിയത് നമ്മൾ മാരിനേറ്റ് ചെയ്തത്. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് വെളിച്ചെണ്ണ. ഈ വെളിച്ചെണ്ണയിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ ഫ്ലെയിം ഹൈ ആക്കി വെച്ചിട്ട് ഇതിനെ ഒരു 2-3 മിനിറ്റ് നേരം നമുക്ക് ഇതിനെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി ചിക്കനിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്.
ഇനി തേങ്ങാപ്പാലിൽ കിടന്നിട്ട് നമ്മുടെ ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണം. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് മൂടിയിട്ടിട്ട് വേവിക്കാം. ഇപ്പൊ ചിക്കൻ എന്തായൊന്നൊന്ന് തുറന്നു നോക്കാം. ഗ്രേവിക്ക് ഭയങ്കര ടേസ്റ്റാണ്, കാരണം നമ്മൾ തേങ്ങാപ്പാലിലാണല്ലോ അത് വേവിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ നിങ്ങൾക്ക് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഇതോട് കൂടെ ചോപ്പ് ചെയ്യാം. അല്ല നല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊത്തിരി കൂടെ ഒന്ന് വരട്ടിയെടുക്കാം. ഈ തീയിൽ നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. അല്ല, ഗ്രേവി നല്ല തിക്കായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. പൊടിയൊന്നും വെക്കേണ്ട, തുറന്നിട്ടിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. ചിക്കനൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സ്പെഷ്യൽ ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. നേരത്തെ ഉണ്ടായിരുന്ന ഗ്രേവിയൊക്കെ നന്നായി വറ്റിച്ചെടുത്തു. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. എന്നാൽ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പില നമ്മൾ വെതറിട്ട് കൊടുക്കാം. അത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത റെസിപ്പിയുമായി ഇനിയും കാണാം. നന്ദി, നമസ്കാരം.